അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന അഖീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ഇവിടെ ഒരു 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനോട് യോജിച്ച ഉത്തരങ്ങൾ അപ്പുറത്ത് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് യോജിച്ചത് ഇങ്ങോട്ട് എടുത്തെഴുതാനാണ്. നമുക്ക് ആദ്യം ആ ബോക്സിൽ എന്തെല്ലാമാണ് തന്നിട്ടുള്ളതെന്ന് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി, നുബൂവത്ത് കിട്ടി, അള്ളാഹു ആകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. ഇവയാണ് ആ ബോക്സിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തേത് നോക്കാം. നമ്മുടെ റബ്ബ് ഡാഷ്. അതിനോട് യോജിച്ചത് അപ്പുറത്തെ സൈഡിൽ ഏതാണുള്ളത്? നമ്മുടെ റബ്ബ് ആരാണ്? അള്ളാഹു ആകുന്നു. ഇനി രണ്ടാമത്തത് ആമിന ബീവി ഡാഷ്. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. മൂന്നാമത്തത് അബ്ദുള്ള. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. 4 മക്കയിൽ ഡാഷ്. മക്കയിൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതാണോ ജനിച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതാണ് അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നവിടെ എഴുതി കൊടുക്കണം. അടുത്ത ചോദ്യം മദീനയിൽ. മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. 6 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് ഡാഷ് നുബുവത്ത് കിട്ടി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പൂർത്തിയാക്കാം. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഡാഷ്. 53 വയസ്സായപ്പോൾ നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്താണ്? ഹിജ്റ പോയി. ഹിജ്റ പോയി എന്നവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ ഡാഷ്. എന്താണ്? മദീനയിൽ വഫാത്തായി എന്നവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആരാണ്? മലക്കുകൾ. 4 അള്ളാഹുവിനെ മാത്രമേ നാം ഡാഷ് ആരാധിക്കാവൂ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി അടയാളം നൽകാം. ഇവിടെ 3 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം എന്നുള്ളതിൻ്റെ നേരെയുള്ള ചെറിയ ബോക്സ് ഇല്ലേ, അതിൽ നമ്മൾ ശരിയിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മണ്ണിനാൽ പടക്കപ്പെട്ടവർ. ജിന്ന്, മനുഷ്യർ, മലക്കുകൾ എന്ന് തന്നിട്ടുണ്ട്. ആരാണ് മണ്ണിനാൽ പടക്കപ്പെട്ടവർ? മനുഷ്യരാണല്ലേ. അപ്പം മനുഷ്യർ എന്ന് എഴുതിയതിന് നേരെയുള്ള ചെറിയ കള്ളിയിൽ ശരിയിട്ട് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മലക്കുകളിൽ പെട്ടവരാണ് ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആരാണ് മലക്കുകളിൽ പെട്ടത്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അവിടെ ടിക്കറ്റ് കൊടുക്കുക. 3 നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. മലക്കുകൾ, അള്ളാഹു, സർക്കാർ. ആരാ ഭക്ഷണം തരുന്നത്? അള്ളാഹു ആണല്ലേ. അപ്പോൾ അള്ളാഹു എന്നതിന് നേരെ ടിക്കറ്റ് കൊടുക്കുക. 4 ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല നബിമാർക്ക്, മനുഷ്യർക്ക്, മലക്കുകൾക്ക്. ആർക്കാണ് ഉറക്കവും ക്ഷീണമൊന്നും ഇല്ലാത്ത വിഭാഗം? ആരാണ്? മലക്കുകൾ. 5ാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹു നമുക്ക് കാണാൻ തന്നു. മൂക്ക്, കണ്ണ്, കൈ. എന്താണ് അള്ളാഹു നമുക്ക് കാണാൻ തന്നിട്ടുള്ളത്? കണ്ണ് തന്നല്ലേ. അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുക്കുക. ഇനി 4ാമത്തെ പ്രവർത്തനം നോക്കൂ. വേർതിരിക്കാം. ബ്രാക്കറ്റിൽ മദ്രസ, മലക്ക്, പേന, പിശാജ്, ജിന്ന്, മനുഷ്യൻ എന്ന് തന്നിട്ടുണ്ട്.
അതിൽ നാം കാണുന്നവയും നാം കാണാത്തവയും വേർതിരിച്ച് എഴുതാനാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ? അതിൽ നാം കാണുന്നവ ഏതൊക്കെയാണ്? മദ്രസ, പേന, മനുഷ്യൻ, അതൊക്കെ നാം കാണുന്നവയിൽ എഴുതി കൊടുക്കുക. ഇനി നാം കാണാത്തവയോ? മലക്ക്, പിശാജ്, ജിന്ന്. അപ്പോൾ അത് കാണാത്തതിലും എഴുതി കൊടുക്കുക. ഇനി 5ാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതാം. 1. സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേരെഴുതാം. 3 പേര് എഴുതിക്കോളൂ. പൂക്കൾ, മലകൾ, ആകാശം, ഭൂമി, മഴ. ഏതും എഴുതല്ലേ. 2 നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എന്താകുന്നു? ഉത്തരം, നബിയുടെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. 3ാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ്? മലക്കുകൾ. അടുത്ത 6ാമത്തെ ചോദ്യം, പൂരിപ്പിക്കാം. ആരാധനക്ക് ഡാഷ് മറ്റാരും ഇല്ല. അവിടെ എന്താണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്? ആരാധനക്ക് എന്ന് കഴിഞ്ഞിട്ട് അർഹൻ അള്ളാഹു അല്ലാതെ എന്ന് അവിടെ എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. അത് എഴുതി പഠിക്കണം കേട്ടോ. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അതൊക്കെ നന്നായി എഴുതി പഠിക്കണം. 2ാമത്തെ ചോദ്യം, അള്ളാഹു നമുക്ക് നടക്കാൻ ഡാഷ് തന്നു. നടക്കാൻ എന്ത് തന്നു? കാല് തന്നു. 3ാമത്തത്, എല്ലാം ഡാഷ് അള്ളാഹു, എന്നും ഡാഷ് അള്ളാഹു. ആ പാട്ട് പൂരിപ്പിക്കാനാണ്. അത് നമ്മുടെ 2ാമത്തെ പാഠത്തിൽ തെദ്രീബാത്തിൽ ഫസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, പാട്ട് പഠിക്കാമെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പാട്ട് നന്നായിട്ട് പാടി പഠിക്കണം. പാട്ടിൻ്റെ ലാസ്റ്റത്തെ വരിയാണ് നമുക്ക് പരീക്ഷയ്ക്ക് തന്നിട്ടുള്ളത്. എല്ലാം അറിയും എന്നവിടെ എഴുതി കൊടുക്കുക. പിന്നെ എന്നും ഉള്ളവൻ എന്നും അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ്? എല്ലാം അറിയും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. ഇതാണ് കഴിഞ്ഞ വർഷം 2ാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നന്നായി എഴുതി പഠിക്കണം. നിങ്ങളുടെ എല്ലാ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും പരീക്ഷേൻ്റെ തലേന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണണേ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും.